ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ ദിശ മലയാളി യൂട്യൂബർ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ മേക്കപ്പ് ഒന്നും ഇടാതെ കമ്മലൊന്നും ഇടാതെ വന്ന് നിൽക്കുന്നതെന്നല്ലേ. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കാണ്. പ്ലസ് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന ഔട്ട്ഫിറ്റ് സാരിയാണ്. അപ്പം നമുക്ക് സാരി എങ്ങനെ വളരെ കുറച്ച് സമയം കൊണ്ട് നല്ല വൃത്തിയായി ഷേപ്പിൽ ഒറ്റ ലെയറിൽ എങ്ങനെ ഉടുക്കാം എന്നുള്ളതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ അല്ല, കുറച്ച് ദിവസം മുന്നേ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സാരി ഉടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കുറേ പേര് അതിൽ മേക്കപ്പ് ലുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം മേക്കപ്പ് തന്നെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. വളരെ ഈസിയാണ്. കൺസീലറോ ഫൗണ്ടേഷനോ ഒന്നും വേണ്ട. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മേക്കപ്പാണ്. ഹെയർ സ്റ്റൈൽ ഉണ്ട്, അത് ഇതിലല്ല, ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഒരു 4-5 ഹെയർ സ്റ്റൈൽസ് അതിൽ ചെയ്യുന്നുണ്ട്. പ്ലസ് ഞാൻ സാരി ഡ്രാപ്പിംഗ് വീഡിയോ ഉണ്ട്, അതുപോലെ തന്നെ ഈ മേക്കപ്പ് ലുക്കും ഉണ്ട് ഈ ഒരു വീഡിയോയിൽ. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ സ്കിൻ, നമ്മുടെ ഫേസും ബോഡിയൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാനും നല്ല ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും സെപ്പറേറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഈ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആവും, നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. ഞാൻ അത് കാരണം അത് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കും പ്ലസ് സാരി ഡ്രാപ്പിംഗ് വീഡിയോയും കാണാം. ഒറ്റ ലെയറിൽ സാരി എങ്ങനെ ഉടുക്കാം എന്നുള്ളതും കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തൊരു കൊച്ചു ബെലൈക്കൺ വരും, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എങ്കിൽ മാത്രം ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. വീഡിയോസ് ഒന്നും മിസ് ചെയ്യേണ്ട, അപ്പോൾ തന്നെ കാണാനും പറ്റും. അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്ലീൻ ചെയ്ത ഫേസിലേക്ക് ഞാൻ റോസ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇത് സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗുൽബർഗിന്റെ റോസ് വാട്ടർ ആണ്. ഇത് ഞാനൊരു ആയുർവേദിക് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പം ഇത് അപ്ലൈ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സ്പ്രേ ബോട്ടിലാക്കിയിട്ടാണ് ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്തായിട്ട് ഞാൻ എൻ്റെ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബയോട്ടിക്കിന്റെ മോയ്സ്ചറൈസർ ആണ്. അപ്പൊ ഇത് ഫേസിലും നെക്കിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ചെടുത്താൽ മതി കേട്ടോ. ഇത് കുറച്ചൊരു ഓയിലി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. എനിക്കത് ഡ്രൈ സ്കിന്നിന് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓയിലി സ്കിൻ കുറച്ചുകൂടെ ഓയിലി ആക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അടുത്തതായിട്ട് ലിപ്സ് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ലിപ് ബാം ആണ് എടുത്തിരിക്കുന്നത്. ഇത് ബയോട്ടിക്കിന്റെ ബയോബെറി പ്ലംബിംഗ് ലിപ് ബാം ആണ്. ഇത് നല്ലൊരു ലിപ് ബാം ആണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ലിപ് ബാം ആണ്. അടുത്തതായിട്ട് നമ്മൾ എന്തായാലും വെയിലത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൺസ്ക്രീൻ എന്തായാലും അപ്ലൈ ചെയ്തിരിക്കണം. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലോട്ടസ് ഹെർബൽ സീവ്സ് ആൻഡ് മാറ്റ് ജെൽ ടൈപ്പ് സൺസ്ക്രീൻ ആണ്. അപ്പൊ ഇത് ഫേസിലും നെക്കിലും എല്ലാം ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഫേസിലൊന്ന് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സ്കിന്നിനുള്ളിലേക്ക് പോകുന്ന രീതിയിൽ തേച്ച് പിടിപ്പിക്കേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതൊരു ജെൽ ടൈപ്പ് സൺസ്ക്രീൻ ആയതുകൊണ്ട് തന്നെ ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഇത് വളരെയധികം നല്ലതായിരിക്കും. അപ്പൊ ഞാനെന്റെ ഫേസിലും നെക്കിലും എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാനൊരു കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കളറസെൻസിന്റെ ഒരു കോമ്പാക്ട് പൗഡർ ആണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഡസ്കി. അപ്പോൾ ഞാനിതൊരു ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിന്റെ കൂടെ തന്നെ ഒരു സ്പോഞ്ച് കിട്ടുന്നുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ഒരു ബ്രഷ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലൊരു കോമ്പാക്ട് പൗഡർ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓയിലി ആയിട്ട് തോന്നുന്നിടത്തൊക്കെ ഈ ഒരു കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് നമ്മുടെ ചെവിയിലൂടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു കളർ ഡിഫറൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അടുത്തായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഐഷാഡോ പാലറ്റ് ആണ്. ഇതിൽ നിന്നും ഈ ഒരു പിങ്ക് ഷെയ്ഡ്, അപ്പൊ എന്റെ സാരിക്ക് ഏകദേശം മാച്ച് ആവുന്ന ഒരു കളറാണിത്. അപ്പോൾ ഇത് ഞാൻ എന്റെ കണ്ണിന് മീതിയായിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. വളരെ ലൈറ്റ് ആയിട്ട്, എടുത്തറിയുന്ന രീതിയിലൊന്നും അല്ല, വളരെ ലൈറ്റ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അങ്ങനെ അധികം കളർ വാരി അടിച്ചുകൊണ്ടൊന്നും നമ്മൾ ആരും പോകാറില്ല അല്ലെ. അപ്പോൾ ജസ്റ്റ് എന്താ പറയാ, വളരെ സിമ്പിൾ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മ്യൂസിക് ഫ്ലവറിന്റെ ജെൽ ഐലൈനർ ആണ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐലൈനർ ആണ്. അപ്പൊ ഞാനിത് വാട്ടർ ലൈനായിട്ട് എഴുതി കൊടുക്കുകയാണ്. വാട്ടർ ലൈന് തൊട്ട് താഴെയായിട്ടും നല്ല തിക്കായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ കണ്ണെഴുതുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുകൾക്ക് ഒരു ജീവൻ വെച്ചതുപോലെ തോന്നും. നമ്മുടെ മുഖത്തിന് ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവും കണ്ണെഴുതുമ്പോൾ തന്നെ അല്ലെ. ജസ്റ്റ് ഒരു ക്രീം ഇട്ട് പൗഡർ ഇട്ട് കണ്ണെഴുതുമ്പോൾ തന്നെ നന്നായിട്ടുണ്ടാവും നമ്മള്. അപ്പൊ ഒരുപാട് മേക്കപ്പോ ഫൗണ്ടേഷനോ അതൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ലിപ് ക്രീം ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് മിസ് ക്ലെയറുടെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീം ആണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് 64. അപ്പൊ ഇത് ഏത് സ്കിൻ ടോൺ ഉള്ളവർക്കും സ്യൂട്ട് ആവുന്ന ഒരു
അടിപൊളി ഒരു ലിപ് ക്രീമാണ് കേട്ടോ. എനിക്ക് പൊതുവേ മിസ് ക്ലെയർ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ആ ഒരു ലിപ് ക്രീംസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. എൻ്റെ കുറേ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഷെയ്ഡ് അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മെബിലിന്റെ മസ്റ്റർഡ് ക്രോം മെറ്റാലിക് ഹൈലൈറ്റർ ആണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ ജസ്റ്റ് നമ്മുടെ ഫേസ് ഒക്കെ നല്ലൊരു എന്താ പറയാ നന്നായിട്ട് നല്ല ഗ്ലോ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ലൈറ്റ് ആയിട്ടൊന്ന് ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ഞാനിതൊരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ ആ ഒരു ബ്രോ ബോണിലും ചീക്ക് ബോണിലും അതുപോലെ തന്നെ നോസ്, നമ്മുടെ താടിയില്ലേ അവിടെ നെറ്റിയുടെ ആ ഒരു ഭാഗം അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ആ ഒരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി. ഒരുപാട് ആകരുത്, ഇങ്ങനെ മിനുങ്ങി മിനുങ്ങിയിരിക്കും. അപ്പോൾ ഒരുപാട് എടുത്തറിയാത്ത രീതിയിൽ വളരെ ലൈറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ആക്ച്വലി ഞാനത് മറന്നുപോയതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ADSന്റെ ഒരു ഐബ്രോ പെൻസിലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഐബ്രോസ് ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. മേക്കപ്പ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ ഫേസിൽ ചെയ്തിട്ടുള്ള മേക്കപ്പ്. ഇനി നമുക്ക് സാരി ഉടുക്കുന്ന വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാണ് സാരി. അപ്പൊ ഞാനിതൊന്ന് ഫുള്ള് നിവർത്തി എടുക്കുകയാണ്. അപ്പൊ ഇതാണ് മുന്താണിയുടെ ആ ഒരു പോർഷൻ. അപ്പൊ ഞാനിവിടെ അണ്ടർസ്കേർട്ട് അല്ല ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇതൊരു പലാസോ പാൻസ് ആണ്. നിങ്ങൾ ഇടുമ്പോൾ അണ്ടർസ്കേർട്ട് യൂസ് ചെയ്യണം. ബട്ടക്സിന് തൊട്ട് താഴെ വെച്ചിട്ട് വേണം നമ്മൾ അണ്ടർസ്കേർട്ട് ടൈറ്റ് ചെയ്ത് വെക്കാൻ. ഇനി സാരിയുടെ ഈ ഒരു എൻഡ്, അതായത് നമ്മുടെ അണ്ടർസ്കേർട്ടിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു എൻഡ് എടുക്കുക. എന്നിട്ട് സൈഡിലായിട്ട് ഇതുപോലെ അണ്ടർസ്കേർട്ടിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. കണ്ടോ, നമ്മുടെ ഹൈറ്റ് എത്ര ഹൈറ്റ് വേണം എന്നനുസരിച്ചിട്ട് ഇതുപോലെ വെക്കുക. സാരി ഉടുക്കുമ്പോൾ നമ്മൾ ഹീലുള്ള ചെരുപ്പ് ഇട്ടിട്ട് ഉടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് നടക്കാനും ഒക്കെ ഏറ്റവും കംഫർട്ടബിൾ അതായിരിക്കും കേട്ടോ. ഇനി ഇത് കണ്ട നമ്മുടെ ആ മുന്താണിയുടെ ആ ഒരു പോർഷൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ബാക്കിലൂടെ ചുറ്റി നമ്മുടെ ആ ഒരു ഷോൾഡറിലേക്ക് ഇടുക. ഇനി ഈ ഒരു പോർഷൻ നന്നായിട്ട് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വലിച്ചു പിടിക്കുക. എന്നിട്ട് നമ്മുടെ ആ വലത്തെ കാലിലെ അവിടേക്ക് വെച്ചിട്ട് ഒരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഇടുപ്പിന്റെ ഭാഗമൊക്കെ നല്ല ഷേപ്പിൽ ഒതുങ്ങിയിരിക്കും. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് താഴെയുള്ള ആ ഒരു പ്ലീറ്റ്സ് എടുക്കാം. അപ്പൊ ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ എടുക്കുക. ഒരുപാട് വലുതെടുക്കാതെ ഒരു ചെറിയ പ്ലീറ്റ്സ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പൊ ഇതുപോലെ എടുക്കുക. ഇനി ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് നമ്മൾ ആ ഒരു പ്ലീറ്റ്സ് എടുത്ത ആ മുകളിലത്തെ ആ ഒരു ബോർഡർ കണ്ടില്ലേ, അവിടെ വെച്ചിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ പ്ലീറ്റ്സ് പോകില്ല, നമ്മൾ എടുത്തത് പോകില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് അങ്ങനെ ഇരുന്നോളും. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇനി താഴേക്കുള്ള ഓരോ പ്ലീറ്റ്സും ഒതുക്കി ലെവൽ ചെയ്തെടുക്കണം. ഒന്നെങ്കിൽ നമുക്ക് മറ്റാരുടെയെങ്കിലും സഹായത്തോടു കൂടി അത് ചെയ്യാവുന്നതാണ്. അതല്ല നമുക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു എന്താ പറയുക നമുക്ക് സെറ്റ് മുണ്ട് നല്ല ഷേപ്പിൽ എങ്ങനെ കൊടുക്കാമെന്ന് കുറെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് വിഷുവിന്റെ സമയത്താന്ന് തോന്നുന്നു. അപ്പൊ ഞാനത് നല്ല ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സെയിം അത് തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ലെവൽ ചെയ്ത് നമുക്കിങ്ങനെ ജസ്റ്റ് അതിങ്ങനെ പൊക്കി കൊടുക്കുക. എന്നിട്ട് താഴേക്ക് ഇങ്ങനെ ലെവൽ ചെയ്ത് നല്ലപോലെ നമ്മളിങ്ങനെ എന്താ പറയാ തേച്ചെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ തേച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല ഒതുങ്ങി നല്ല പ്ലീറ്റ്സ് അങ്ങനെ നമുക്ക് കിട്ടും. അപ്പൊ സാരി ഉടുക്കുന്നത് വളരെ ഈസിയാണ്. വളരെ കുറച്ച് സമയം മതി. നമ്മൾ ആ ഒരു ഉടുക്കുന്ന രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇനി നമ്മൾ ആ ഒരു പിൻ ചെയ്ത പ്ലീറ്റ്സ് ഉണ്ടല്ലോ, അത് ഫുള്ള് നമ്മുടെ ആ ഒരു അണ്ടർസ്കർട്ടിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എക്സ്ട്രാ ഉള്ള ആ ഒരു സാരിയുടെ പോർഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ടിൽ നമ്മൾ പ്ലീറ്റ്സ് ഒന്നും എടുക്കുന്നില്ല, പ്ലെയിൻ ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ സാരിയുടെ ഈ ഒരു പോർഷൻ നമുക്ക് ബ്ലൗസിനോടൊപ്പം ചേർത്ത് പിൻ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പൊ നമ്മളിവിടെ ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ഒന്നും എടുക്കുന്നില്ല, പകരം ഒറ്റ ലെയർ ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇത് നമ്മൾ നടക്കുമ്പോഴൊക്കെ നമുക്ക് കുറച്ചുകൂടി നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. അപ്പൊ അത് ഞാൻ ഈ പിടിച്ചിരിക്കുന്ന ആ ഒരു സാരിയുടെ ബോർഡർ കേട്ടോ. അപ്പൊ ആ ഒരു ബോർഡറിന്റെ ആ ഒരു അകലം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുക്കുകയാണ്. ഏകദേശം നമ്മുടെ കൈന്റെ ഒരു മുട്ട് വരുന്നില്ലേ, അവിടെ വരെ ഇതുപോലെ ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് എടുക്കുക, ഒതുക്കി പ്ലീറ്റ്സ് എടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു മുട്ടിന്റെ ആ ഒരു ഭാഗം വരുന്നിടത്ത് വെച്ചിട്ട് അത്രയും പ്ലീറ്റ്സും കൂടെ ചേർത്ത് ഒന്ന് പിൻ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ഒക്കെ കുറച്ചുകൂടെ ഒരു കംഫർട്ടബിൾ ആയിരിക്കും. അതല്ല ഇത് പിൻ ചെയ്തില്ലേലും കുഴപ്പമില്ല, വെറുതെ വേണമെങ്കിലും ഇടാം. പക്ഷെ കുറച്ചുകൂടെ ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനും നല്ലൊരു ഷേപ്പ് തോന്നിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് അത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ വളരെ ഈസിയാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് സാരി ഉടുക്കാം.
അപ്പൊ ഞാനിനി ബ്ലൗസ് ഇട്ടിട്ട് കാണിച്ചു തരാം. ഈ ബ്ലൗസ് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ കുറെ മുന്നേ ബ്ലൗസ് സ്റ്റിച്ചിങ്ങിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, സൈഡിൽ സിബ് വെച്ചിട്ടുള്ളത്. അപ്പൊ അന്ന് കുറെ പേര് ചോദിച്ചായിരുന്നു നോർമൽ ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടാവുന്നു. അപ്പൊ ഇത് നോർമൽ ബ്ലൗസ് ആണ് കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ് നമുക്ക് നോർമൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ടക്കൊക്കെ ഇട്ടിട്ടുള്ള ബ്ലൗസ് ഇല്ലേ, അത് വളരെ ഈസിയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ പറയുക, ഞാൻ ചെയ്യാം. ഈ സാരി ഞാൻ ട്രിവാൻഡ്രത്ത് പാർത്താസിന്ന് മേടിച്ചതാണ്. കോട്ടൺ സാരിയാണ്. എനിക്ക് ഒരു കളർ കോമ്പിനേഷൻ നല്ല ഇഷ്ടമായി. പിങ്കും ഗ്രീനും ആ ഒരു കോമ്പിനേഷൻ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ലൊരു പ്ലസന്റബിൾ കളറാണ്. എനിക്കൊന്ന് ഈ ഒരു കളറ് മിക്കവാറും എല്ലാ സ്കിൻ ടോൺ ഉള്ളവർക്കും മാച്ച് ആവുന്ന കളറാണ്. ഞാൻ കമ്മലിട്ട് കൊടുക്കുകയാണ്, ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ജിമിക്കി. പിന്നെ പച്ച പൊട്ട് വെക്കുകയാണ്. പിങ്ക് പൊട്ട് ആണെങ്കിൽ അത് വെക്കാം. ഞാനൊരു പച്ച പൊട്ട് വെച്ചിട്ടുണ്ട്, വള. അപ്പോൾ എല്ലാം ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. ഇനി ഹെയർ സ്റ്റൈലാണ്. ഹെയർ സ്റ്റൈൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ കല്യാണം കഴിച്ചവരാണെങ്കിൽ സിന്ദൂരം ഇടയ്ക്ക് ഇടാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഹെയർ സ്റ്റൈലിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, കാണാത്തവർ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്താ പറയാ, സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു വെഡിങ് ഫംഗ്ഷന് പോകുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഒരുങ്ങാവുന്നതാണ്. അധികം മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും വേണ്ട. പിന്നെ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ മേക്കപ്പ് പ്രോഡക്ട്സിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, വേണം എന്നുള്ളവർക്ക് വായിക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൂടി ഒന്ന് ചെയ്യാം. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.